മാന്നാർ കൊലപാതക കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകും. അതേസമയം പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്നുണ്ടാകില്ല. അനഘ ഹർഷനാണ് വിവരങ്ങളുമായുള്ളത്. അനഘ, ഇപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടിമുതലുകൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം അനഘ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് തെളിവെടുപ്പ് വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നു. അതുമാത്രമല്ല, പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയുമാണ്. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ശ്രുതി, നിലവിലുള്ള പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെയോടെ അവസാനിക്കുകയാണ്. കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ പോലീസ് കോടതിയെ സമീപിക്കാനാണ് സാധ്യത. എന്തായാലും 4 ദിവസം 3 പ്രതികളെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും കല എങ്ങനെ കൊല്ലപ്പെട്ടുവെന്നോ മൃതദേഹം എവിടെയാണെന്നോ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും കാര്യമായൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേസിലെ മുഖ്യപ്രതി അനിൽ ഇപ്പോഴും ഇസ്രയേലിൽ തുടരുകയാണ്. അനിലിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട്. മാത്രമല്ല, പോലീസ് അന്വേഷണം നിലവിൽ മുന്നോട്ട് പോകുന്നത് അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ്. അതായത് പോലീസ് ആദ്യം അനിലിന്റെ സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു 15 വർഷം മുമ്പ് അനിലിന്റെ സുഹൃത്തുക്കളെ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിരുന്നു. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ആണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, പോലീസ് അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻപ് അനിൽ ജോലി ചെയ്തിരുന്നത് ഇത്തരം സ്റ്റേറ്റ് കടത്തൽ വാഹനത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അനിലിന്റെ അബ്കാരി ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ അനിലിന്റെ ഒരു ഉറ്റ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു. ആ സമയത്ത് അനിൽ ഈ സുഹൃത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അനിലിന്റെ സുഹൃത്തായ നാസറിനെ അനിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ കൊല ചെയ്യപ്പെട്ടത് മുതൽ തന്നെ നാസറും അനിലുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കേസിന്റെ നിലവിലെ അവസ്ഥ ചോദിച്ചിട്ട് അനിൽ നാസറിനെ സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ട് എന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിലിന്റെ ഉറ്റ സുഹൃത്തായ നാസറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല സ്മൃതി. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ മാരുതി കാറ് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, കല എങ്ങനെ കൊല്ലപ്പെട്ടു, മൃതദേഹം എവിടെയാണ് എന്നതിനൊക്കെയുള്ള ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.